ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടല്ലോ. ചിക്കൻ മാത്രമല്ല, ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. ആദ്യം തന്നെ അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. 1.5 കപ്പ് റൈസും 300 ഗ്രാം ചിക്കനും കൂടെ എടുത്തിട്ടാണ് അതിനുള്ള മസാലയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിൻ്റെ ഒപ്പം ഒരു കൈ നിറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. പുതിനയുടെ അളവ് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുക. ഇതെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ടേ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3-4 ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കാം. അതിലേക്ക് 2 ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അധികം കനമില്ലാതെ അരിഞ്ഞെടുക്കണം. ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. ഇതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്തെടുക്കാവേ. ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഈ ഓയിലിലേക്ക് തന്നെ ഞാൻ സായി ജീര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു തക്കോലും ഒരു ബേ ലീഫും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മസാല ചേർക്കാം. മസാല ചേർക്കുന്നതൊപ്പം കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം മസാല കരിയില്ല, പെട്ടെന്ന് മൂത്തും കിട്ടും. മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം മസാലയ്ക്കകത്ത് ഓയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള ചെറുതായി എരിഞ്ഞത് ചേർക്കാം. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. സവോള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും മല്ലിയിലയുടെ തണ്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യും. ഒരു ചെറിയ ക്യാരറ്റ്, 3-4 ബീൻസ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്കനുസരിച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകാണ് ഇതിനകത്ത് കൂടുതൽ ചേർക്കുന്നത്. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ മൂടി വെച്ചിരിക്കട്ടെ. ഈ സമയത്ത് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 4-5 ഗ്രാമ്പു ഇത്രയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കപ്പിന് 1.5 കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത്. ഒരു 20 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. നല്ല നീളമുള്ള ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വേവിക്കാനായിട്ട് വെക്കാം. ഒരു 80% വേവായാൽ മതി. അപ്പോഴത്തേക്കും വെള്ളം ഊറ്റിക്കളയണേ. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവ് വേണ്ടാത്തതുകൊണ്ടാണ് അത് ഞാൻ പതിയെ ഇടുന്നത്. ഒട്ടും വെള്ളം ഞാൻ ചേർത്തല്ല. ഇപ്പം തന്നെ നന്നായിട്ട് വെള്ളമുണ്ട് ഇതിനകത്ത്. ഈ വെള്ളത്തിൽ തന്നെ കിടന്നത് വെന്തോളും. ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാവേ. അപ്പോൾ അരി വേവിക്കാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും അരി വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മസാലകളെല്ലാം എടുത്ത് മാറ്റി വെള്ളം വാർത്ത് കളയാം. ഇനി ഈ റൈസിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ മസാലയ്ക്കകത്തെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം.
അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വറുത്ത സവോളയും മല്ലിയില അരിഞ്ഞതും കുങ്കുമപ്പൂവ് പാലിൽ കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവ് ഇല്ലാത്തവർ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിനകത്ത് കുതിർത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി, റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്യാം. ഈ ഒരളവിൽ റൈസ് എടുക്കുമ്പോൾ 2 ലെയർ ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമ്പം ചിക്കൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് തീരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ കൂടെ അത് കഴിച്ചോളും. അതുപോലെ തന്നെ മസാല റെഡിയാക്കുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടോ ബദാമോ ഒക്കെ അരച്ച് ചേർത്താൽ അതൊന്നും കുട്ടികൾ അറിയാതെ തന്നെ കഴിച്ചോളും. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് വറുത്ത് വെച്ച ഒണിയനും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നല്ല കട്ടിയുള്ള ഒരു തവയുടെ മുകളിൽ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിക്കകത്തേക്ക് ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി. ഫ്രഷ് പൈനാപ്പിൾ ഉണ്ട്, അത് ചേർത്താലും മതിയേ. ബിരിയാണി കഴിക്കുമ്പം എപ്പോഴും സൈഡായിട്ട് ഒണിയൻ്റെ ഒരു സാലഡ് ഉണ്ടാവുമല്ലോ. ഒരു ഒണിയൻ ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി ഇത്രയും ചേർത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ തിരുമ്മിയെടുക്കണേ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീട് മുഴുവൻ ചിക്കൻ ബിരിയാണിയുടെ മണം വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡും ലെമൺ ഡേറ്റ്സ് പിക്കിളും കൂടെ കൂട്ടി കഴിച്ചാൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും മേരി ക്രിസ്മസ്. താങ്ക് യു.